അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷന് കാര്യം പറഞ്ഞാൽ 10 ദിവസം അവധി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വെക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ചുരുക്കാൻ പറ്റുന്ന ചുരുക്കുക. എന്നിട്ട് എവിടെയൊക്കെയാണ് നമ്മളുടെ ഡ്രോബാക്സ്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് വളരെ കൂടുതൽ തെറ്റുകൾ വരുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് തെറ്റുന്നുണ്ടോ, എവിടെയൊക്കെയാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സമാധാനത്തോടെ നമുക്കൊന്ന് നമ്മളെ അപഗ്രഥിക്കാൻ കിട്ടുന്ന സമയമാണ്. റിവിഷൻ തന്നെയാണ് നീറ്റിൻ്റെ ഒരു സക്സസ്ഫുൾ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എത്രത്തോളം റിവൈസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം റിവൈസ് ചെയ്യുക. അവനവനുള്ള എന്തൊക്കെയാണോ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ റിസർവേഷനുകൾ എന്തൊക്കെയാണോ, അപ്പോൾ അതിനെക്കുറിച്ച് പരസ്പരം ഒരു ചർച്ച. എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, നീറ്റിന് അപ്ലൈ ചെയ്യണം, കേരളത്തിൽ അപ്ലൈ ചെയ്യണം, കർണാടകത്തിൽ അപ്ലൈ ചെയ്യണം, CMC വെല്ലൂരിന് അപ്ലൈ ചെയ്യണം, ഐസറിന് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ആധാറിലെ പേര് ശരിയാണോ, ആധാറിലെ ഫോട്ടോ അപ്ഡേറ്റഡ് ആണോ, ആധാർ ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കി അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ആധാർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുക. അതുപോലെ ബയോമെട്രിക് അപ്ഡേറ്റഡ് ആണോ, ചിലപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒരു 5ാം ക്ലാസ്സിലൊക്കെ എടുത്ത ആധാർ ആയിരിക്കും, അത് പോരാ. ആ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ തന്നെയാണ്. പലവിധ സംശയങ്ങളുണ്ട്. കാരണം NRI ആണ്, അപ്പോൾ നോൺ ക്രിമിലെയറിന് അർഹതയുണ്ടോ, നോൺ ക്രിമിലെയറിന് ഇൻകം ഒരു ബാരിയർ അല്ലേ, ഇൻകത്തിന് കൂടുതലുള്ളവർക്ക് നോൺ ക്രിമിലെയർ കിട്ടുമോ, വിദേശത്താണ് NRI ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നോൺ ക്രിമിലെയർ കിട്ടാതെ പോകുമോ, ഇതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള നിരവധി സംശയങ്ങൾ വിദേശത്തുള്ള നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ നിലവാരത്തിനെയാണ്, നമ്മളുടെ സാമൂഹിക ഭദ്രതയാണ് നോൺ ക്രിമിലെയർ സൂചിപ്പിക്കുന്നത്. കേരള മെഡിക്കലിന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളത് തന്നെ വേണം. വിദ്യാഭ്യാസ ആവശ്യത്തിനെന്നുള്ള തന്നെ ഹെഡിങ്ങോട് കൂടിയ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള അക്ഷയ കേന്ദ്രത്തിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ്, നിയമവും ഒന്ന് തന്നെയാണ്. ആ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കേരള മെഡിക്കലിന് അംഗീകരിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ റൂളിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏത് ജാതിയാണോ അത് ക്ലെയിം ചെയ്യാമെന്നൊരു നിയമം പറയുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാതെ, കഠിന പ്രയത്നം ചെയ്യാതെ നമുക്കൊരു നേട്ടവും ഉണ്ടാവില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 169ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ആയിട്ട് അവരുടെ വീടുകളിലേക്ക് യാത്രയായിരിക്കുന്ന ഒരു സമയമാണിത്. ഇനി ഒരു 10 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ ബെർലിനിലേക്ക് തിരിച്ച് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവർ വീടുകളിൽ ചെല്ലുന്നു, അവരുടെ പഠനം തുടരുന്നു. അതിനുശേഷം ബെർലിനിലേക്ക് തിരികെ വരുമ്പോൾ കമ്പൽസറി ആയിട്ടും അവർ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് തീർച്ചയായിട്ടും ആദ്യമേ തന്നെ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മെയ് 3-ാം തീയതി നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നുപോയത്. നമ്മൾ ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ധാരാളം സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി കൃത്യമായിട്ട് നമ്മൾ സമയത്തിനെ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. വിദ്യാർത്ഥികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അഡ്മിഷൻ ഒക്കെ നടക്കുക നമുക്കറിയാം. അപ്പോൾ അതാത് സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ ചാപ്റ്ററുകളെ പല ആവർത്തി പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പുതിയ ചോദ്യങ്ങൾ എത്രത്തോളം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് തെറ്റുവരുന്ന പാഠഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ആവർത്തിച്ച് കാണേണ്ട കാര്യങ്ങളുണ്ട്. മറന്നു പോകാൻ സാധ്യതയുള്ള കെമിസ്ട്രി പോലുള്ളതിനെ ആവർത്തിച്ച് നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ റിലാക്സ് മോഡിൽ നിന്ന് പഠിച്ച് തിയറി നമ്മൾ തീർത്ത് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ വളരെ വേഗതയാർന്ന് പുതിയ ധാരാളം ക്വസ്റ്റ്യനുകൾ ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലോട്ട് കിടക്കുകയാണ്. ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബോർഡ് എക്സാമും അതിൻ്റെ പ്രാക്ടിക്കലും ഒക്കെ ചെയ്യേണ്ട സമയവുമാണ്. അപ്പം നമുക്ക് ജനുവരി ഒരു അവസാനത്തോടു കൂടിയാണ് നമ്മളുടെ മോഡൽ എക്സാമുകളൊക്കെ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മുഴുവൻ ചാപ്റ്ററുകളെ നമ്മൾ യൂണിറ്റുകളായിട്ട് തിരിച്ചുള്ള എക്സാമുകളാണ് ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു മാസത്തെ ഇടവേളയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ജൂൺ മുതൽ പഠിച്ചു വന്ന പാഠഭാഗങ്ങളുണ്ട്,
ബോർഡ് എക്സാം സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ചാപ്റ്ററുകളെ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് സെക്കൻഡ് ഇയറിൻ്റെ ബോർഡ് എക്സാം വരുന്നുണ്ട്, എന്നാൽ പോലും ഫസ്റ്റ് ഇയറിനെ ഉപേക്ഷിക്കാനാവില്ല. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നീറ്റ് എക്സാമിനെ കാണേണ്ട ഒരു സമയത്തിലോട്ട് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അത്രത്തോളം ഒരു ടെൻഷൻ്റെ സമയത്തിലോട്ട് കടന്നിട്ടുമില്ല. നമ്മൾ മോഡലിൻ്റെ ഒരു ഘട്ടത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, മോഡൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാങ്കായി മാർക്കായി 6 ചാപ്റ്ററോളം നമുക്ക് 3 ദിവസം കൊണ്ട് തീർക്കേണ്ട സമയത്തിലോട്ട് എത്തും. അപ്പം നമുക്ക് വളരെ പെട്ടെന്നായിരിക്കും 24 മണിക്കൂർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസം കൂടെ ഉള്ളൂ നമുക്ക് സമാധാനത്തോടെ പഠിക്കാനായിട്ട്. എവിടെയൊക്കെയാണ് നമ്മളുടെ ഡ്രോബാക്സ്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് വളരെ കൂടുതൽ തെറ്റുകൾ വരുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് തെറ്റുന്നുണ്ടോ, എവിടെയൊക്കെയാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സമാധാനത്തോടെ നമുക്കൊന്ന് നമ്മളെ അപഗ്രഥിക്കാൻ കിട്ടുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ ചാപ്റ്ററുകളെ നമ്മൾ ചിലപ്പം ഫസ്റ്റ് ഇയറിൽ പഠിച്ച് തീർന്നതായിരിക്കാം, റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചോളം ജൂണിൽ പഠിച്ച് തീർന്നതായിരിക്കാം. മുഴുവൻ ചാപ്റ്ററുകളെ നമ്മുടെ ഷോർട്ട് നോട്ടിലൂടെ എത്രയും പെട്ടെന്ന് ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷന് കാര്യം പറഞ്ഞാൽ 10 ദിവസം അവധി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വെക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ചുരുക്കാൻ പറ്റുന്ന ചുരുക്കുക, എന്നിട്ട് മാക്സിമം നമ്മുടെ ടോപ്പിക്കിലൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ നമ്മുടെ പരീക്ഷ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ട്, ഷോർട്ട് നോട്ട് കയ്യിലുണ്ട്, ബയോളജിയുടെ ആണെങ്കിൽ NCERT ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് ചാപ്റ്ററുകളെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു മാസക്കാലം നമ്മൾ ഉപയോഗിക്കണം. കാരണം എപ്പോഴും നമ്മൾ അറിയാൻ മേലാത്തൊരു ചാപ്റ്റർ അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. പകരം നമ്മൾ നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ നമുക്ക് 4-5 ക്വസ്റ്റ്യൻ ചെയ്യാതെ വരികയോ ചെയ്ത് തെറ്റിപ്പോവുകയോ ചെയ്താൽ അതായിരിക്കും നമ്മളെ എക്കാലവും നമ്മളെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് റിവിഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്ക്ലോഗ്സ് ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. ഇനി പഠിച്ച് തീരാനുണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. പഠിച്ചു തീർന്നിട്ടല്ല ആരും പരീക്ഷ എഴുതുന്നത്. പകരം നമുക്ക് പഠിച്ചതിനെ റിവൈസ് ചെയ്യേണ്ട, ഷോർട്ട് നോട്ടിലൂടെ കടന്നു പോകേണ്ട, പുതിയ പുതിയ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണിപ്പം. വിദ്യാർത്ഥികളെല്ലാം വീടുകളിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിൽ തങ്ങുന്നുണ്ട്. ഏത് റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്ത ബാക്കിയുള്ള വിദ്യാർത്ഥികളെല്ലാവരും അപ്പോൾ ഒരു വെക്കേഷൻ മൂഡിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ വെക്കേഷൻ്റെ ടൈം കുറച്ചുകൊണ്ട് ആ ചാപ്റ്ററുകളെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ തന്നെയാണ് നീറ്റിൻ്റെ ഒരു സക്സസ്ഫുൾ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എത്രത്തോളം റിവൈസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം റിവൈസ് ചെയ്യുക. കാരണം ഒരു മിനിറ്റിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങളിലോട്ടും കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം റിവിഷൻ ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. രക്ഷിതാക്കളോട് നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇനി ആപ്ലിക്കേഷൻ്റെ സമയമാണ് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഒരു കോളേജിൽ നമ്മൾ എത്തിപ്പെടേണ്ടത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് വിവിധ എക്സാമുകൾക്ക് വിവിധ സൈറ്റുകളിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയം. ആ അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ സമയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയങ്ങളിലെല്ലാം തന്നെ വളരെ വിജിലൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ അയക്കുന്നതാണ് ഒരു ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന ഘട്ടം. നമ്മൾ മെയ് 3-ാം തീയതി നീറ്റ് എഴുതുന്നതിനെ രണ്ടാം ഘട്ടം എന്ന് പറയും. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിൻ്റെയും നമുക്ക് കിട്ടിയിരിക്കുന്ന റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ വിവിധ വെബ്സൈറ്റുകളിൽ നമ്മളുടെ ഓപ്ഷൻസ് കൊടുക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെ മൂന്നാം ഘട്ടം എന്ന് പറയും. 4-ാം ഘട്ടം എന്ന് പറയുന്നതാണ് നമ്മൾ കോളേജുകളിൽ ചെന്ന് പ്രവേശനം നേടുന്നത്. അവിടെയാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ. അപ്പോൾ നമ്മളൊരു കോളേജിൽ ചെന്നിട്ട് ചേരുന്നതിനാണ് 4-ാം ഘട്ടം എന്ന് പറയുന്നത്. അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുക. അപ്പം ഇതിങ്ങനെ ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചോളം വളരെ അവെയറായിട്ടിരിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ. അതുപോലെ തന്നെ കുട്ടികളെ ഇപ്പം എന്താ പറയുന്ന മാർക്കിനെ കുറിച്ചും റാങ്കിനെ കുറിച്ചും ഒക്കെ അല്പം വേവലാതികളൊക്കെ കാണും അല്ലേ എല്ലാവർക്കും. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് നിർത്തേണ്ട, കൂടുതൽ ശ്രദ്ധിക്കേണ്ട, കൂടുതൽ ചേർത്ത് നിർത്തേണ്ട സമയവുമാണ് കടന്നു വരുന്നത്. കാരണം അവർക്ക് പറ്റും ധാരാളം സാധ്യതകൾ 2000-ങ്ങളിൽ നിന്നാണെങ്കിലും 2010-ൽ നിന്നാണെങ്കിലും 2020-ൽ നിന്നൊക്കെ ആണെങ്കിലും 2025-26-ലോട്ടൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ ഏത് മേഖലയാണെങ്കിലും ധൈര്യമായിട്ട് കടന്നു ചെല്ലാനും അവനവൻ്റെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല വ്യക്തികളായി മാറാനുള്ള നിരവധി സാധ്യതകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. ഏത് സാമ്പത്തിക സാഹചര്യത്തിലും ഏത്
മറ്റ് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള മേഖലകളാണെങ്കിലും അത്രയധികം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുണ്ട്. IIM വരെ ഇന്ന് കേരളത്തിൽ IIM കോഴിക്കോട് വരെ ഗ്രാജുവേഷൻ പ്രോഗ്രാം വളരെ സക്സസ് ആയിട്ട് നടത്തുന്ന കാലഘട്ടമാണിപ്പം. അപ്പം ഏത് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിലും അവരവരുടെ പാഷൻ അനുസരിച്ച് ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ചെന്നുപെടാൻ പറ്റുന്ന ധാരാളം മേഖലകളെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയവുമാണ്. ഒപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ടാർഗറ്റായിട്ടുള്ള നീറ്റിന് വേണ്ട ആപ്ലിക്കേഷനും അതിൻ്റെ അഡ്മിഷന് വേണ്ട ബാക്കിയുള്ള സൈറ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട സമയങ്ങളും ഉടനെ തന്നെ എത്തുകയും ചെയ്യും. സാർ, ഇപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. അവനവനുള്ള എന്തൊക്കെയാണോ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ റിസർവേഷനുകൾ എന്തൊക്കെയാണോ, അപ്പോൾ അതിനെക്കുറിച്ച് പരസ്പരം ഒരു ചർച്ച. എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം? നീറ്റിന് അപ്ലൈ ചെയ്യണം, കേരളത്തിൽ അപ്ലൈ ചെയ്യണം, കർണാടകത്തിൽ അപ്ലൈ ചെയ്യണം, CMC വെല്ലൂരിന് അപ്ലൈ ചെയ്യണം, ഐസറിന് അപ്ലൈ ചെയ്യണം, കേരള എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യണം, BPharmന് അപ്ലൈ ചെയ്യണം, നൈസറിന് ചെയ്യണം, CUETക്ക് അപ്ലൈ ചെയ്യണം, എയിംസ് BSc നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു പരസ്പരമുള്ള ചർച്ച, ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും രക്ഷിതാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ആ തുറന്നുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ കുറവായി പോകുന്നത്. ആ തുറന്നുള്ള ചർച്ചകളുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം സാധ്യതകളുണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾക്കും മനസ്സിലാകും, രക്ഷിതാക്കൾക്കും മനസ്സിലാകും. പരസ്പരം ഇത് രണ്ടുപേർക്കും ചിലപ്പം അറിയാൻ മേലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് ഞാൻ ഈ വർഷം അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ചിലപ്പം വിദ്യാർത്ഥി പറയുന്നത് എന്തായിരിക്കും, ഞാൻ എന്താണെങ്കിലും MBBSനെ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നീറ്റിന് മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ പറയണം, തീർച്ചയായിട്ടും നീറ്റാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം, MBBS ആണ് നമ്മളുടെ ലക്ഷ്യം, അതും ഗവൺമെൻറ് മേഖല തന്നെയാണ് ലക്ഷ്യം. പക്ഷേ നമ്മൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ധാരാളം പരീക്ഷകൾ എഴുതണം, വിവിധ സൈറ്റുകളിൽ അപ്ലൈ ചെയ്യണം. എല്ലാം കൂടെ നോക്കിയിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ, നിനക്ക് ഏറ്റവും അധികം കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അവിടെയാണ് നമ്മൾ ചേരേണ്ടത്. കാരണം കാലഘട്ടം മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു തുറന്ന ചർച്ചകളിലൂടെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കരുതണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ഏതൊക്കെ സീറ്റുകളാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള തുറന്നുള്ള ചർച്ചകളും ഒക്കെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പം അങ്ങനെ ഏതാണ്ട് 10-15 സൈറ്റുകളിലൊക്കെ നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കുകയും അതിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും വേണ്ട റോ മെറ്റീരിയൽസ് എല്ലാം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. സർ, ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായും എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡുകളിൽ തന്നെ എല്ലാ എപ്പിസോഡിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആധാർ. നമ്മുടെ വിദ്യാർത്ഥികളുടെ ആധാർ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ വെക്കേഷന് കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് ചെയ്യണം. കാരണം ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അത്രയധികം തിരക്കില്ലാത്തൊരു സമയമായിരിക്കാം ഉദയയുടെ ഡേറ്റയും അതും അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളും വില്ലേജ് ഓഫീസ് പോലെയൊക്കെ ഉള്ളത്. അപ്പം ആധാർ നിങ്ങളൊന്നും കൂടെ എടുത്ത് നോക്കുക. 10ാം ക്ലാസ്സിലെ പേര് പോലെ തന്നെ, കാൻഡിഡേറ്റിൻ്റെ പേര് 10ാം ക്ലാസ്സിലെ പേര് പോലെ തന്നെയാണോ ആധാറിൽ? കുത്തും കോമയും സ്പേസും സ്പെല്ലിങ്ങും എല്ലാം ആസ് പെർ ക്ലാസ് 10 തന്നെയാണോ ആധാറിൽ? അപ്പം ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഫോട്ടോ പുതിയതാണോ? കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഫോട്ടോയാണോ എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ആ മൊബൈലിലോട്ടൊരു OTP വന്നാൽ നമുക്ക് കിട്ടുമോ? ആ മൊബൈൽ നമ്പർ തന്നെ നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷന് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നീറ്റിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് മൊബൈൽ നമ്പറും കൊടുക്കാം, ഏത് ഇമെയിൽ IDയും കൊടുക്കാം. പക്ഷേ ആധാറുമായിട്ട് ലിങ്ക് ആകുമ്പം ആ ആധാറുമായിട്ട് ഏത് മൊബൈലിലാണോ ലിങ്ക് അതിനകത്തോട്ടൊരു OTP വന്നിട്ട് അതും എൻ്റർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആധാറിലെ പേര് ശരിയാണോ, ആധാറിലെ ഫോട്ടോ അപ്ഡേറ്റഡ് ആണോ, ആധാർ ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കി അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അഡ്രസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള സാഹചര്യമൊന്നുമില്ല. ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ളവരാണ്. വിദേശത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ വരേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട്. പാസ്പോർട്ട് വെച്ച് തീർച്ചയായിട്ടും പരീക്ഷ എഴുതാൻ സാധിക്കും. നാട്ടിൽ ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ആധാർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുക. അതുപോലെ ബയോമെട്രിക് അപ്ഡേറ്റഡ് ആണോ? ചിലപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒരു 5ാം ക്ലാസ്സിലൊക്കെ എടുത്ത ആധാർ ആയിരിക്കും. അത് പോരാ, ആ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാർ തന്നെയാണ്. സാർ, ഇപ്പോൾ ആധാർ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഏറ്റവും important? പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണ് ജനറലായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10 വിരലിൻ്റെയും ഇംപ്രഷൻ എന്നുള്ള കോമൺ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. കാരണം മെയ് 3-ാം തീയതി പരീക്ഷ എഴുതേണ്ടത് നാട്ടിലാണോ എഴുതേണ്ടത്, അതോ അവനവൻ പഠിക്കുന്നത് എവിടെയാണോ അവിടെയാണോ പരീക്ഷ എഴുതേണ്ടത്, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ വിദേശത്താണോ പരീക്ഷ എഴുതേണ്ടത്, അല്ല ഇവിടെയാണോ പരീക്ഷ എഴുതേണ്ടത് എന്നൊക്കെയുള്ളത് ചർച്ചകൾ നടത്തുന്നത് നല്ലതാണ്. ജനറലായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു വിദ്യാർത്ഥിക്ക് ഫോട്ടോയും സിഗ്നേച്ചറും 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷനും ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റുമാണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സോഫ്റ്റ് കോപ്പി ഇമെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. സാർ, ഇപ്പോൾ OBC എന്ന കാറ്റഗറിയിലേക്ക്, അതെ, OBC നോൺ ക്രിമി ലെയർ. അതെ, അപ്പോൾ അവർക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റിൽ കരുതണം? അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര OBCയിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് എത്ര വരെയുള്ളവരായിരുന്നു? നമുക്ക് OBC എന്ന് പറയുമ്പോൾ അറിയാം, നോൺ ക്രിമി ലെയർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർക്കാണ് OBC റിസർവേഷൻ കിട്ടുന്നത്. OBCയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ക്രിമി ലെയർ വിഭാഗം, അതായത് റിസർവേഷൻ കിട്ടുകയില്ല, അവരെ ജനറലായിട്ടേ പരിഗണിക്കുകയുള്ളൂ. ഇപ്പം ചിലർ ഈഴവയായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, വിശ്വകർമ്മയായിരിക്കാം, ലാറ്റിൻ കാത്തലിക്സ് ആയിരിക്കാം, ബാക്ക്വേർഡ് ഹിന്ദു ആയിരിക്കാം, ഏത് വിഭാഗമാണെങ്കിലും ക്രിമി ലെയർ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് റിസർവേഷൻ കിട്ടില്ല. അവർ അൺറിസർവ്ഡ് ജനറലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കിയുള്ള നോൺ ക്രിമി ലെയർ വിഭാഗത്തിൽ വരുന്ന വ്യക്തികൾക്കാണ് OBC റിസർവേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ OBC സർട്ടിഫിക്കറ്റ് അല്ലെ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റാണ് നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷനിലും കേരളയുടെ ആപ്ലിക്കേഷനിലും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം ഈ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 1 വർഷത്തെ വാലിഡേഷൻ ഉള്ളതാണ്. അത് എടുക്കുന്ന ഡേറ്റ് തൊട്ട്, ഏത് സാമ്പത്തിക വർഷം എന്നല്ല, അത് എടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് എന്നാണോ എടുത്തിരിക്കുന്നത് അതുമുതൽ 1 വർഷ വാലിഡേഷനാണ് ഉള്ളത്. അപ്പം നമുക്ക് 2 ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു, ഒന്ന് കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇതിന് 2നും വ്യത്യസ്തമായ നോൺ ക്രിമി ലെയർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നീറ്റ്, JEE, അതുപോലെ തന്നെ ഐസർ, നൈസർ, കോമൺ യൂണിവേഴ്സിറ്റി എക്സാം, CUET പോലെയുള്ള നാഷണൽ ലെവൽ എക്സാമിനെല്ലാം തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. നാഷണൽ ലെവലുള്ളതിനുള്ളെല്ലാം സെൻട്രൽ പർപ്പസ് തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. സാർ, അപ്പോൾ ഇതിനൊരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ടോ? അല്ല, ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും വാലിഡ് ആണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും സെൻട്രലാണോ സ്റ്റേറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പം നീറ്റിന് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ഐസർ പോലെയുള്ള മറ്റുള്ള നാഷണൽ ലെവലുള്ള കൊടുക്കാനാണെങ്കിൽ സെൻട്രൽ പർപ്പസ് എന്ന് പറയണം. അപ്പോൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ധാരാളം മതിയാകും. ഇനി തഹസീൽദാരുടെ അടുത്ത് പോയി എഴുതി മേടിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിത ഫോർമാറ്റ് ഉണ്ട്. അതിന് നമുക്ക് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ നിന്നൊക്കെ എടുത്ത് മാത്രമേ കിട്ടുള്ളൂ. അതിനൊരു നിശ്ചിത ഫോർമാറ്റിൽ തന്നെ എഴുതി മേടിക്കാവുള്ളൂ. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എല്ലായിടത്തും ഓൺലൈനായിട്ട് സർവീസ് ഉണ്ട്. നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ അപ്ലൈ ചെയ്യുക. അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ചിലരുടെയെങ്കിലും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കയ്യിൽ നോൺ ക്രിമി ലെയർ ഉണ്ട്, അല്ലേ? കഴിഞ്ഞ വർഷത്തെ നോൺ ക്രിമി ലെയർ ഉണ്ട്, അത് മതി. അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇപ്പം ചിലപ്പോൾ ചിലരുടെ ആപ്ലിക്കേഷൻ, ചിലരുടെ ഡേറ്റ് ഫെബ്രുവരി തീരും, അല്ലെ മാർച്ചിൽ തീരും, അല്ലെ ജൂണിൽ തീരും. ഇപ്പം വാലിഡേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആണല്ലോ, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഡേറ്റ് എന്നാണോ തീരുന്നത് അന്ന് പുതിയതെടുത്താൽ മതി. ഇപ്പം മാർച്ചിൽ തീരുന്നതാണെങ്കിൽ ആ മാർച്ചിൽ തീരുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാർച്ച് തീർന്നു കഴിഞ്ഞിട്ട് ഏപ്രിലാകുമ്പോൾ പുതിയതെടുക്കുക, അല്ലെ ജൂണിലാണ് തീരുന്നതെങ്കിൽ ജൂലൈയിൽ പുതിയതെടുക്കുക. അപ്പം ആ എടുക്കുന്ന ഡേറ്റ് തൊട്ട് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിന്. അപ്പം വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ നോൺ ക്രിമി ലെയർ. അത് ഓൺലൈനായിട്ട് മതി. സെൻട്രൽ പർപ്പസ് തഹസീൽദാരിൽ നിന്നുള്ളതാണ് നീറ്റിന് വേണ്ടത്. സാർ, ഇപ്പോൾ വിദേശത്തുള്ള ഒരു ആളുകളാണെങ്കിൽ അവരെങ്ങനെയായിരിക്കണം? അതെ, അവർക്കും പലവിധ സംശയങ്ങളുണ്ട്. കാരണം NRI ആണ്. അപ്പോൾ നോൺ ക്രിമി ലെയറിന് അർഹതയുണ്ടോ? നോൺ ക്രിമി ലെയറിന് ഇൻകം ഒരു ബാരിയർ അല്ലേ? ഇൻകത്തിന് കൂടുതലുള്ളവർക്ക് നോൺ ക്രിമി ലെയർ കിട്ടുമോ? വിദേശത്താണ്, NRI ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നോൺ ക്രിമി ലെയർ കിട്ടാതെ പോകുമോ? ഇതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള നിരവധി സംശയങ്ങൾ വിദേശത്തുള്ള നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മളുടെ ജോലി വിദേശത്താണ് എന്നുള്ളതിന് യാതൊരു തടസ്സവുമില്ല. ഇൻകം ബാരിയർ ഉണ്ട്. അതായത് സാമൂഹികമായിട്ടും
സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ നിലവാരത്തിനെയാണ്, നമ്മളുടെ സാമൂഹിക ഭദ്രതയാണ് നോൺ ക്രിമിലെയർ സൂചിപ്പിക്കുന്നത്. അപ്പം 8 ലക്ഷത്തിൽ കൂടുതലാകരുത് എന്നുള്ളൊരു ഇൻകം ബാരിയർ ഉണ്ട്. പക്ഷേ ആ 8 ലക്ഷം എന്ന് പറയുന്നത് തഹസീൽദാർമാർ അല്ലെ വില്ലേജ് ഓഫീസർമാർ നോക്കുന്നത് അവരുടെ ചിലവുകൾ കഴിഞ്ഞിട്ട്, അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് വഴി അല്ലെ റെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ മൊത്തമുള്ള ശമ്പളത്തിൽ നിന്ന് ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് എത്ര കിട്ടും, അങ്ങനെ പലവിധ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഇൻകം നോക്കുന്നത്. അപ്പം നേരിട്ട് സാലറി മാത്രമുള്ള ഇൻകം അല്ല 8 ലക്ഷം ആണോ അത് കൂടുതലാണോ എന്ന് നോക്കുന്നത്. അവരുടെ സാമൂഹ്യമായിട്ടുള്ള അല്ലെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം നോക്കിയാണ് ഓരോ സമുദായ അംഗവും നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുമോ എന്നറിയുന്നത്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയാണ്. അപ്പം നിങ്ങൾ ദയവായിട്ട് ഈ വിഭാഗത്തിൽ വരുമോ എന്നറിയാനായിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ നിങ്ങളുടെ തഹസീൽദാരോടോ ചോദിച്ച് കൃത്യമായിട്ട് ഒരു മറുപടി അവിടെ നിന്നൂടെ ചോദിക്കാവുള്ളൂ. ഇതിനെ കൃത്യമായിട്ട് അറിയാവുന്നിടത്ത് മാത്രമേ ദയവായിട്ട് ചോദിക്കാവുള്ളൂ. വില്ലേജ് ഓഫീസിലോ തഹസീൽദാരോടോ ചോദിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഇന്നതാണ്, എനിക്ക് ഇന്ന ജോലികളാണ്, ഞാൻ ഇന്ന ITR ഫയൽ ചെയ്യുന്ന ആളാണ്, എനിക്ക് ടോട്ടൽ ഇൻകം ഇത്ര ലക്ഷം രൂപയുണ്ട്, എനിക്കപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നോൺ ക്രിമിലെയർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ. ഓരോ സമുദായത്തിലും 95% ആൾക്കാരും നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരും. അതുകൊണ്ട് വിദേശത്താണ് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നോൺ ക്രിമിലെയർ കിട്ടാതെ പോവില്ല. നോൺ ക്രിമിലെയറിന് അർഹതയുണ്ട് നിങ്ങൾക്കാണെങ്കിൽ പോലും. പക്ഷേ നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ ഇൻകം ഒക്കെ നോക്കിയിട്ട് തരികയുള്ളൂ എന്ന് മാത്രം. ഒരു കോടതി വിധി പറയുന്നത് പോലെയാണ്. ആ തഹസീൽദാരാണ് അല്ല വില്ലേജ് ഓഫീസറാണ് അത് തീരുമാനിക്കുന്നത് നമ്മൾ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയായിട്ട് വേണം അതിന് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനായിട്ട്, അത് മേടിക്കാനായിട്ടും. ഇനി വിദേശത്തുള്ളവർക്ക് അവരുടെ പെർമനന്റ് അഡ്രസ് എവിടെയാണോ അവിടുത്തെ അക്ഷയ സെൻറ്റർ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ലോകത്ത് എവിടെ നിന്നും പറ്റും. ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യാനായിട്ട് പെർമനൻ്റ് അഡ്രസ്സുള്ള നാട്ടിലുള്ള അക്ഷയ കേന്ദ്രത്തിൽ ആധാർ കാർഡ്, കുട്ടിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും ഇൻകം സംബന്ധിച്ചുള്ള സമുദായം സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അക്ഷയ കേന്ദ്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നാട്ടിൽ ആർക്ക് വേണേൽ കൊടുക്കാം. ഗ്രാൻഡ് പേരൻസോ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരാണോ നാട്ടിലുള്ളത് അവരെ കൊണ്ട് അപേക്ഷിപ്പിക്കുക. എന്നിട്ട് സർട്ടിഫിക്കറ്റ് സമയമാകുമ്പോഴേക്കും അവർക്ക് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പം ആ സമയത്തിനുള്ളിൽ അവർ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്താൽ മതിയാകും. അപ്പം നോൺ ക്രിമിലെയർ അക്ഷയയിൽ നിന്ന് ഓൺലൈനായിട്ടുള്ളതാണ്, സെൻട്രൽ പർപ്പസിൻ്റെയാണ്. നീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടത്. സാർ, ഇപ്പോൾ നീറ്റിൽ നമ്മുടെ തഹസിൽദാർ വഴിയാണ് അതിൻ്റെ അതെ MBBS അല്ലെ നീറ്റ് എക്സാം എഴുതുന്ന മെഡിക്കൽ ആസ്പിറൻസിനുള്ളവർക്കെല്ലാം 2 ആപ്ലിക്കേഷൻ അയക്കണം. നമ്മളിപ്പോൾ നീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ കീമിലേക്ക് എത്തുമ്പോൾ, കേരള മെഡിക്കലിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമവശങ്ങൾ? അതെ, കേരള എൻട്രൻസ് കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വഴിയും നമ്മൾ ഫെബ്രുവരി ഒരു പകുതിയോടുകൂടി നമ്മൾ അപേക്ഷിക്കണം മെഡിക്കലിന് വേണ്ടിയിട്ട്. MBBS, BDS, അഗ്രികൾച്ചർ അങ്ങനെയുള്ള എല്ലാ കോഴ്സിനും നീറ്റ് എഴുതുന്ന എല്ലാവരും കേരളയുടെ സൈറ്റിലും അപ്ലൈ ചെയ്യണം. കേരളീയരായിട്ടുള്ളവർ. അപ്പം കേരളത്തിൽ ഇത് കൊടുക്കുന്നത് മറ്റൊരു സർട്ടിഫിക്കറ്റാണ്. നിയമം ഒന്ന് തന്നെയാണ്, നിയമത്തിന് ഒരു വ്യത്യാസവുമില്ല. നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുന്നവർക്ക് മാത്രമേ OBC റിസർവേഷൻ കിട്ടുകയുള്ളൂ. സെൻട്രൽ നീറ്റിന് ഇത് 27% ഒരുമിച്ച് സംവരണമാണ്. ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ലാറ്റിൻ കാത്തലിക്സ് ആണെങ്കിലും എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് 27% സംവരണമാണ് നീറ്റിന് കിട്ടുന്നത്. കേരളത്തിലെത്തുമ്പോഴേക്കും ഓരോ സമുദായത്തിലും എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് പേഴ്സൻറ്റേജ് തീരുമാനിച്ചിരിക്കുന്നത്. ഈഴവയ്ക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 9% സംവരണമാണ് ഈഴവയ്ക്ക് കിട്ടുന്നത്. മുസ്ലിം 8% സംവരണമാണ് കിട്ടുന്നത്. ലാറ്റിൻ കാത്തലിക്സ് 3%, ബാക്ക്വേർഡ് ഹിന്ദു, അങ്ങനെ ഓരോ വിഭാഗത്തിനുമായിട്ട് അവരവരുടെ ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരെഴുതിയ സർട്ടിഫിക്കറ്റാണ് തരുന്നത്. സെൻട്രലിൽ എഴുതുമ്പം OBC ജോബ് ബാർ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളൊരു ഒറ്റ ഫോർമാറ്റ് ആണെങ്കിൽ കേരള മെഡിക്കലിന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളത് തന്നെ വേണം. വിദ്യാഭ്യാസ ആവശ്യത്തിനെന്നുള്ള തന്നെ ഹെഡിങ്ങോട് കൂടിയ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള അക്ഷയ കേന്ദ്രത്തിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ്. നിയമവും ഒന്ന് തന്നെയാണ്. ആ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കേരള മെഡിക്കലിന് അംഗീകരിക്കുകയുള്ളൂ. നേരെ മറിച്ച് കേരളത്തിൻ്റെ സൈറ്റിൽ തഹസീൽദാരുടെ അപ്ലോഡ് ചെയ്താൽ നമുക്കത് റിസർവേഷൻ ആ സർട്ടിഫിക്കറ്റ് പോരാ. നമ്മൾ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇപ്പം ഈ എടുത്തിട്ടില്ല എങ്കിൽ എടുക്കുന്ന സമയത്ത്
അക്ഷയയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ 2 നോൺ ക്രിമി ലെയർ നമുക്ക് വേണം. ഒന്ന് സെൻട്രൽ പർപ്പസ് തഹസീൽദാരുടേതും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. സ്റ്റേറ്റിൽ മാത്രമേ എഡ്യൂക്കേഷൻ പ്രത്യേകം പറയേണ്ടതുള്ളൂ. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് വില്ലേജ് ഓഫീസറുടെ. അങ്ങനെ 2 സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് നോൺ ക്രിമി ലെയർ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഒന്ന് നീറ്റിന് അപ്ലൈ ചെയ്യാനും ഒന്ന് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യാനായിട്ടും. സാർ, ഇപ്പോൾ OBC എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉള്ളൊരു സംശയമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വിദ്യാർത്ഥികൾക്കുള്ളത്, ജനറലായിട്ട് പരിഗണിക്കുമോ എന്നിങ്ങനെയുള്ളത്? തീർച്ചയായിട്ടും. അപ്പം നമുക്കിപ്പം നമ്മൾ പറഞ്ഞു നീറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് 27% നമുക്ക് ഓവറോൾ റിസർവേഷനാണ് OBCക്ക് കിട്ടുന്നത്. ഏതൊരു സീറ്റാണെങ്കിലും ആദ്യം എല്ലാവരെയും ജനറലായിട്ടാണ് പരിഗണിക്കുന്നത്. ഓപ്പൺ സീറ്റായിട്ട് നോൺ റിസർവ്ഡ് കാറ്റഗറിയിലാണ് പരിഗണിക്കുന്നത്. അത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും OBC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും SC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ST വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും PWD വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആദ്യം പരിഗണിക്കുന്നത് ജനറലായിട്ടാണ്. അപ്പോൾ നമ്മൾ 10 ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഓപ്ഷനെ അപ്പോൾ നമ്മൾ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ ഒന്നാമത്തെ പ്രിഫറൻസ് എന്താണോ അവിടെ നമ്മളെ ജനറലായിട്ട് തരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ജനറലായിട്ട് തരാൻ പറ്റില്ലെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥിക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ, രണ്ടാമത്തെ ഓപ്ഷൻ ജനറലായിട്ട് തരാൻ പറ്റുമോ എന്നല്ല നോക്കുന്നത്. ഈ ഒന്നാമത്തത് തന്നെ മറ്റെന്തെങ്കിലും ഒരു പരിഗണനയിൽ തരാൻ പറ്റുമോ എന്ന് നോക്കും. അവിടെ ഇപ്പം നോക്കുമ്പോൾ OBC ഉണ്ട്, അങ്ങനെയാണ് ഇനി OBC അനുസരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അത് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ജനറലായിട്ട് തരാമെന്ന് നോക്കും. ജനറലായിട്ട് തരാൻ പറ്റുകയില്ല രണ്ടാമത്തെ ഓപ്ഷൻ OBC ആണ് തരാൻ പറ്റുമോ നോക്കും. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ജനറലായിട്ട് തരാൻ പറ്റും. അപ്പം OBC കൊടുത്തത് കൊണ്ട് അർഹതയുണ്ടെങ്കിൽ കൊടുത്തത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ജനറലായിട്ടും പരിഗണിക്കും OBC ആയിട്ടും പരിഗണിക്കും ഓരോ ഓപ്ഷനിലും. നമുക്കിപ്പം റാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2025 നമുക്കറിയാം ഏറ്റവും ടഫായിട്ട് നടന്നൊരു എക്സാമാണെന്നറിയാം. ഏതാണ്ട് 27,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് ജനറൽ വിഭാഗത്തിന് ഒരു സീറ്റ് കിട്ടിയത്. OBC ആയതുകൊണ്ട് ഏതാണ്ട് 27,300 വരെ, ഏതാണ്ട് 525 മാർക്ക് വരെയുള്ളവർക്ക് തഹസീൽദാരുടെ ഇതുള്ളവർക്ക് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ജനറലും OBCയും തമ്മിലുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടും 525 മാർക്ക് തന്നെയാണ് കട്ട് ഓഫ്. പക്ഷേ നമുക്ക് ചില കോളേജുകൾ കിട്ടുന്നതിൽ ഇപ്പം എയിംസ് ഡൽഹി എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ജനറൽ ഒരു 50 റാങ്ക് വരെയുള്ളവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ OBCയിലാണെങ്കിൽ OBC മാത്രം 27 OBCക്കാരെ അവിടെ എടുക്കും. അപ്പോൾ ഒരു 150 റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് എയിംസ് ഡൽഹി കിട്ടി. ജിപ്മർ ജനറൽ 250 റാങ്ക് വരെയുള്ളവർക്ക് കിട്ടിയുള്ളൂ. പക്ഷേ OBC അവിടെ 27 പേരെ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു, 500 റാങ്ക് വരെയുള്ളവർക്ക് അവിടെ കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനറൽ നോക്കുമ്പോഴത്തേക്ക് ഒരു 3000 റാങ്ക് വരെ ഓൾ ഇന്ത്യ കിട്ടിയിട്ടുള്ളെങ്കിൽ ഒരു 3500 4000 റാങ്ക് വരെയുള്ള OBCക്കാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജ് അവനവന് താല്പര്യമുള്ള കോളേജ് കിട്ടാനായിട്ടുള്ള ബെനിഫിറ്റ് വളരെ കൂടുതലാണ്. അത് തീർച്ചയായിട്ടും ആ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ അപ്ലൈ ചെയ്യണം. സാർ, ഇത് നമ്മുടെ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും? കേരള മെഡിക്കലിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു കേരള മെഡിക്കലിൽ ഈഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ഹിന്ദു അങ്ങനെ ഓരോ വിഭാഗത്തിനായിട്ടാണ് റിസർവേഷൻ. അതിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചാണ് റിസർവേഷൻ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കേരളത്തിൽ ഗവൺമെൻറ് സീറ്റുകൾ 1900 സീറ്റുകൾ നമുക്ക് കരുതാം. ഈ മൊത്തം ഗവൺമെൻറ് സീറ്റുകളിൽ 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് മാറ്റിവെക്കും. ഏതാണ്ട് 300 സീറ്റിന് അടുത്ത് വരെ 290 സീറ്റോളം ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് മാറ്റിവെക്കും. ബാക്കിയുള്ള സീറ്റിൻ്റെ 50% എല്ലാവരെയും പരിഗണിക്കാൻ അൺറിസർവ്ഡ് ഓപ്പൺ കാറ്റഗറിക്ക് മാറ്റിവെക്കും. ബാക്കിയുള്ള സീറ്റുകളാണ് 9% ഈഴവ, 8% മുസ്ലിം അങ്ങനെ കൊടുക്കുന്നത്. ഓരോ കോളേജുകളിലുമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 8 ഈഴവർ, 9 ഈഴവർ, 8 മുസ്ലിംസ്, ബാക്ക്വേർഡ് ഹിന്ദു ഇങ്ങനെ അങ്ങനെയല്ല റിസർവേഷൻ. മൊത്തം ഗവൺമെൻറ് സീറ്റുകളിൽ ഓരോ കാറ്റഗറിക്കും ഇത്ര സീറ്റുകൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കോളേജുകളിലും ഇത്ര സീറ്റുകൾ കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കോളേജുകളുടെയും കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് നോക്കാൻ പാടായിരിക്കും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് മെറിറ്റ് ഓപ്പൺ കാറ്റഗറിയിൽ യാതൊരു റിസർവേഷനും ഇല്ലാത്തവർക്ക് 554 മാർക്ക്, ഏതാണ്ട് 905 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ 14 ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈഴവ റിസർവേഷനിലോട്ട് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ മുസ്ലിം റിസർവേഷനിലോട്ട് വന്നപ്പോഴേക്കും ഏതാണ്ട് 526 മാർക്ക്
2400 കേരള റാങ്ക് വരെയുള്ളവർക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ പങ്കെടുത്തത് കൊണ്ട് അവർക്ക് കേരളത്തിലെ എല്ലാ കോളേജിലും അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടൊക്കെയാണ്. എന്തായിരുന്നാലും ഓൾ ഇന്ത്യ കോട്ടയും കൂടെ കഴിഞ്ഞിട്ട് കേരള കോട്ടയിൽ വന്നപ്പോൾ കേരള റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് 2400 2500 കേരള റാങ്ക് വരെ ഉള്ളവർക്ക് ഈ റിസർവേഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആ നോൺ ക്രിമിലെയർ സമർപ്പിച്ചത് കൊണ്ട് ജനറലായിട്ടും പരിഗണിച്ചു, റിസർവേഷനായിട്ടും അവരെ പരിഗണിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷം എടുത്തുള്ള നോൺ ക്രിമിലെയർ എടുത്ത് നോക്കുക. സെൻട്രൽ പർപ്പസ് തഹസീൽദാരുടെ എന്നുവരെ ഡേറ്റ് ഉണ്ട്, അപേക്ഷിക്കുന്ന ഫെബ്രുവരിയിലൊക്കെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി അപ്ലൈ ചെയ്യാം. കേരള മെഡിക്കലിൻ്റെ എടുത്ത് നോക്കുക, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ എടുത്ത് നോക്കുക, എന്നാണ് അതിൻ്റെ ഡേറ്റ് എന്ന് നോക്കുക. അതിനും 1 വർഷം വാലിഡിറ്റി ഉണ്ട്, ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ വാലിഡിറ്റി ഉള്ളതാണെങ്കിൽ അത് തന്നെ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയെങ്കിൽ പുതിയതായിട്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. നീറ്റിൻ്റെ ആണെങ്കിലും പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ടവരാണ്. ഇപ്പോൾ ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നവരുടെ ഇത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എഴുതിയവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആവശ്യത്തിന് ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട്, കാരണം നമ്മളെ സമുദായം തെളിയിക്കണം, നമ്മുടെ പേര്, റേഷൻ കാർഡ്, ആധാർ പോലെയുള്ളത് വേണം, അതുപോലെ തന്നെ നമ്മളുടെ വരുമാനമൊക്കെ തെളിയിക്കുന്ന ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് ഈ 2 സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പർപ്പസും സ്റ്റേറ്റ് പർപ്പസും അപ്ലൈ ചെയ്യണം. ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങളുടെ ഇമെയിലോ വാട്സപ്പിലോ ഉള്ളത് നല്ലതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ അതിൻ്റെ ആവശ്യമുണ്ട്. സാർ, ഇപ്പോൾ വ്യത്യസ്ത ജാതിയിലുള്ളവരാണെങ്കിൽ അതിൻ്റെ റിസർവേഷൻ എങ്ങനെയായിരിക്കും? കേരളത്തിൽ മാത്രം കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ഒരു കൂടുതലൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുമെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അച്ഛൻ റോമൻ കാത്തലിക്സ് ആണ്, കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലൊക്കെ കാത്തലിക്സ് ആണ്, ജനറലായിട്ടാണ്. പക്ഷെ അമ്മ ലാറ്റിൻ കാത്തലിക്സ് ആണ്. നമുക്ക് ആ വില്ലേജ് ഓഫീസർ നോൺ ക്രിമിലെയർ തരുമെങ്കിൽ നമുക്ക് ലാറ്റിൻ കാത്തലിക്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ റൂളിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏത് ജാതിയാണോ അത് ക്ലെയിം ചെയ്യാവുന്നൊരു നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസറിൽ നിന്ന് നോൺ ക്രിമിലെയർ മേടിച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിസർവേഷൻ കിട്ടും, ലാറ്റിൻ കാത്തലിക്സ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അച്ഛൻ നായരാണ്, ജനറലായിട്ടാണ് കുട്ടിയും ജീവിക്കുന്നത്, അമ്മ ഈഴവയാണ്. അപ്പം നമുക്ക് ആ അമ്മയുടെ ഈഴവ വെച്ചിട്ട് വേണമെങ്കിൽ കുട്ടിക്ക് നോൺ ക്രിമിലെയറിന് അപ്ലൈ ചെയ്യാനുള്ള കേരളത്തിലെ മെഡിക്കലിനോ എഞ്ചിനീയറിങ്ങിനോ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ കീമിന് അപ്ലൈ ചെയ്യാനുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ വേണം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അച്ഛനോ അമ്മയോ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏതാണോ അത് അപ്ലൈ ചെയ്യാവുന്നൊരു നിയമം കേരളത്തിലുണ്ട്, കീമിനുണ്ട്. അത് നീറ്റിന് ബാധകമല്ല. നീറ്റിന് നമുക്ക് OBC കിട്ടണമെങ്കിൽ അച്ഛനും അമ്മയും ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെൻട്രൽ പർപ്പസിൻ്റെ കിട്ടുകയുള്ളൂ. നീറ്റിന് തഹസീൽദാർ തരണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒരേ ജാതിയിൽപ്പെട്ടവരായിരിക്കണം. അപ്പം നീറ്റിന് അങ്ങനെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. പക്ഷേ കീമിന് കിട്ടും. കീമിന് ഉറപ്പായിട്ടും അച്ഛൻ ജനറലാണെങ്കിലും കുട്ടി ജനറലാണെങ്കിലും അമ്മ OBC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തിരിച്ച് അച്ഛൻ OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്, അമ്മ ജനറലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതൽ റിസർവേഷൻ ഉള്ളത് ഏതാണോ അത് ക്ലെയിം ചെയ്യാനുള്ളൊരിതുണ്ട്. അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമുദായ റിസർവേഷൻ കിട്ടും. ഇപ്പം ബാക്ക്വേർഡ് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു കിട്ടും. അപ്പോൾ ചിലർ OEC വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും, അപ്പോൾ ആ OEC റിസർവേഷൻ നമുക്ക് കിട്ടും. ഫീസ് ആനുകൂല്യത്തോട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റ് സമുദായങ്ങളാണെങ്കിൽ ആ സമുദായ സംവരണം നമുക്ക് കിട്ടുകയും ആ ജനറലായിട്ടും ആ റിസർവേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള വലിയ ആനുകൂല്യമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഈ സമയത്ത്, ഈ വെക്കേഷൻ സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയി ചോദിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നല്ലത് തന്നെയായിരിക്കും. സാർ, ഇപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോഴേക്കും ജനറൽ എന്ന് കാണുന്നു, അതുപോലെ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ OBC എന്ന് കാണുക, അങ്ങനെയെങ്കിലും സാധ്യതകളുണ്ടാവുമോ? അല്ല, അതിന് ഈ 2 ഡാറ്റാബേസ് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിന് നമ്മൾ 2ലും അപ്ലൈ ചെയ്യുന്നതിൽ ആകെ നമുക്ക് നീറ്റിൽ നിന്ന് നമ്മുടെ മാർക്ക് മാത്രമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. നീറ്റിന് അപ്ലൈ ചെയ്ത ഒരു ഡേറ്റയും നമ്മളുടെ ജാതിയോ നമ്മളുടെ
റിസർവേഷനോ അല്ലെങ്കിൽ നമ്മളുടെ +2 മാർക്കോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നീറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് കുട്ടികൾ എടുക്കുന്നില്ല. ആകെ നീറ്റിനുള്ള മാർക്ക് മാത്രമാണ് കേരളത്തിലോട്ട് എടുത്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം നീറ്റിന് ജനറലായിട്ട് അപ്ലൈ ചെയ്താലും കീമിന് നമുക്ക് OBC കിട്ടുമെങ്കിൽ, വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ തരുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ 2 ആപ്ലിക്കേഷൻ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. സാർ, ഇപ്പം നമ്മൾ OBC-ക്കാരുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞു, അവരുടെ ഫീസിൽ ഇളവുണ്ട് നമ്മുടെ സാർ ഇതിനിടയിൽ പരാമർശിച്ചു. അതാണ് അത് OEC എന്ന് പറയുന്ന മറ്റൊരു റിസർവേഷനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല, നമുക്ക് ഇപ്പം ഈ എപ്പിസോഡിൽ നമുക്കിനി ആ ഒരു സെക്ഷനിലോട്ട് കിടക്കണ്ട. അത് നമുക്ക് അതൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന റിസർവേഷനുണ്ട്, OEC റിസർവേഷൻ എന്ന് പറയും. അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ വീടുകളിൽ എത്തിയിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ആഘോഷങ്ങളൊന്നും ഒഴിവാക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ആഘോഷങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. ഒന്നും ഒഴിവാക്കിയിട്ടല്ല നമ്മൾ നേടേണ്ടത്. എല്ലാം നടത്തി, എല്ലാ ആഘോഷങ്ങളും ഉൾപ്പെട്ട് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് തന്നെയാണ് നമ്മൾ നേടേണ്ടത്. ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് കഴിഞ്ഞു പോയ നാളുകളെ കുറിച്ച് നമ്മൾ ഒത്തിരി വിഷമിക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തിലും ഇൻവോൾവ് ആയി നിന്നുകൊണ്ട് ആണ് നമ്മൾ നേട്ടങ്ങൾ നേടേണ്ടത്. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ചുരുക്കിയിട്ടല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ, സഹോദരങ്ങളുടെ ഒക്കെ കൂടെ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ ക്രിസ്മസും നിങ്ങൾ ആഘോഷിക്കണം, ഈ ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കണം. അപ്പം കാരണം അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അല്ലേ. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ കൂട്ടത്തിൽ വന്നിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമയമാണ്. നിങ്ങളുടെ ഒരു റിലാക്സ് ചെയ്യേണ്ട സമയമാണല്ലേ. നമ്മൾ വളരെ ദീർഘമായിട്ടുള്ളൊരു സ്റ്റഡി ടൈമിൽ നിന്നാണ് നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ബ്രേക്ക് എടുത്ത് ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച്, പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ മാക്സിമം കുറച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുന്ന വളരെ സ്പീഡിൽ പോകുന്ന, വളരെ സീരിയസ് ആയിട്ട് നമുക്ക് എക്സാമിനെ കാണേണ്ട, വളരെ ഹാർഡ് വർക്ക് ചെയ്യാതെ കഠിന പ്രയത്നം ചെയ്യാതെ നമുക്കൊരു നേട്ടവും ഉണ്ടാവില്ല. അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമുക്കൊരു ആസ്വാദ്യകരവുമായിരിക്കില്ല. അപ്പം ഹാർഡ് വർക്ക് ചെയ്യാതെയും നിരന്തരം കഠിന പ്രയത്നം ചെയ്യാതെയും ഒരു നേട്ടവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശ്രീധരൻ ശർമ്മ പറഞ്ഞിട്ടുണ്ട്, NCERT എനിക്ക് NCERT കാണാപ്പാടമായിരുന്നു. കാരണം ഞാൻ അത്രയും അധികം അത് വായിച്ച് തീർത്തിട്ടുണ്ട്. എൻ്റെ +1 +2 കാലഘട്ടത്തിൽ അത്രയും അധികം പ്രാവശ്യം ഞാൻ ആ ഓരോ പേജിലൂടെയും കടന്നു പോന്നു. അതുകൊണ്ട് നീറ്റ് എഴുതി 22 ലക്ഷം വിദ്യാർത്ഥികളിൽ എനിക്ക് ആ ഒരു ചോദ്യത്തിനൊരു സംശയം വന്നപ്പം എനിക്കതിനകത്ത് ഒരു സംശയവുമില്ലായിരുന്നു. കാരണം അത്രത്തോളം എനിക്ക് ബൈഹേർട്ടായിരുന്നു ഓരോ പേജുകളും. അപ്പം എല്ലാവർക്കും ഈശ്വരൻ തന്നിരിക്കുന്നത് ഒരേ കഴിവുകളാണ്. അപ്പം കഠിനാധ്വാനം ചെയ്യാനായിട്ടുള്ള മറ്റൊരു ടൈമിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പം ഈ ക്രിസ്മസും ഏറ്റവും ആസ്വാദ്യകരവും ഏറ്റവും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി നമുക്ക് നേരാവുന്നതാണ്. ഇപ്പോൾ ശിവൻ സാറ് പറഞ്ഞ പോലെ നിരവധി വർഷങ്ങളായിട്ട് ഇതുപോലെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ബ്രില്യൻറ്റിൽ വന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ വർഷങ്ങളിലും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് യാത്രയാവുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരുമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ കൂടെ സാറ് പറഞ്ഞ പോലെ കുറച്ച് കഠിനാധ്വാനവും കൂടി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും തുറന്നുള്ള ചർച്ചകൾ കാരണം ഒന്നും നമ്മൾ ഒതുക്കി വെക്കുകയല്ല. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, ചിലപ്പോൾ ഒരുപക്ഷെ ജൂണിൽ നിന്ന് വന്നപ്പോഴുള്ള ടാർഗറ്റ് ആയിരിക്കില്ല നമ്മളുടെ ഇപ്പം അല്ലേ. നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചും ലക്ഷ്യത്തിലും ആയിരിക്കും നമ്മൾ എത്തിയത്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ ലക്ഷ്യത്തിന് പല മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പല കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞ് നമ്മളുടെ പാഷന് പറ്റിയതല്ല, നമുക്ക് പറ്റിയ മേഖലകൾ മറ്റേ കൂടുതലുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവിൻ്റെ കാലവുമായിരിക്കാം. അപ്പം എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ളൊരു തുറന്ന ചർച്ചയുടെയും സമയം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അടുത്ത വർഷത്തെ ക്രിസ്മസ് ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ കോളേജുകളിൽ ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.